തൃശൂർ വലപ്പാട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി കൊല്ല സ്വദേശിനി ധന്യ മോഹൻ കൊല്ലത്ത് കീഴടങ്ങി. തന്റെ ബാഗിൽ പണമുണ്ടെന്നും ചന്ദ്രനിൽ 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും ധന്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺലൈനിൽ റമ്മി കളിച്ചും ആഡംബര ജീവിതം നയിച്ചും പണം ചിലവഴിച്ചെന്ന് പോലീസ് നിഗമനം. അതേസമയം പ്രതി ധന്യയെ വലപ്പാട് പോലീസ് തൃശൂരിലേക്ക് കൊണ്ടുപോയി. തട്ടിപ്പ് പുറത്തായതോടെ ഒളിവിൽ പോയ പ്രതി ധന്യയെ പിടികൂടാൻ പോലീസ് വല വിരിച്ചു. ഗത്യന്തരമില്ലാതെ വൈകിട്ട് 5 മണിയോടെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. 18 വർഷമായി സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. 2019 മുതൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് ബന്ധുക്കളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. ഈ പണം കൊണ്ട് ഇവർ ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും മറ്റും വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ഓൺലൈൻ റമ്മി കളിച്ചും പണം ചിലവഴിച്ചതായും സൂചനയുണ്ട്. 23-ാം തീയതിക്കുള്ളിൽ ക്രമക്കേട് ക്ലിയർ ചെയ്യണമെന്ന് കാട്ടി ധനകാര്യ സ്ഥാപനം ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത് പാലിക്കാതായപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. തുടർന്ന് യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി മറ്റാരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലത്ത് കീഴടങ്ങിയ പ്രതിയെ തൃശൂരിലേക്ക് കൊണ്ടുപോകാനായി പുറത്തിറക്കിയപ്പോൾ മാധ്യമങ്ങളോട് താൻ പണം ഉപയോഗിച്ച് ചന്ദ്രനിൽ 5 സെന്റ് ഭൂമി വാങ്ങിയെന്ന് പരിഹസിച്ചു. തന്റെ ബാഗിൽ പണമുണ്ടെന്നും പ്രതി ധന്യ പറയുന്നുണ്ടായിരുന്നു. ധന്യയെ കോടതിയിൽ ഹാജരാക്കും. കൈരളി ന്യൂസ്, കൊല്ലം.